നമസ്കാരം. അംശിയുടെ മറ്റു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മഹാരാഷ്ട്രയിലെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി എല്ലാ ശനിയാഴ്ച വൈകിട്ട് 4:30 കൈരളി ന്യൂസിൽ പ്രധാന വാർത്തകൾ. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Amritveni Hair Elixir for Women. Azure Builders, building beyond blue. ഇന്ത്യ ഫ്രാൻസ് ബന്ധത്തിന് പുതിയ പ്രതീക്ഷയേകി ഇന്ത്യ ഫ്രാൻസ് ഇന്നോവേഷൻ ഇയർ 2026 മുംബൈയിൽ തുടക്കമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പങ്കെടുത്ത ഉഭയകക്ഷി ചർച്ചകൾക്ക് പിന്നാലെ പ്രതിരോധം മുതൽ കൃത്രിമ ബുദ്ധി വരെ വിവിധ മേഖലകളിൽ 20-ലധികം കരാറുകൾ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. മുംബൈയിൽ നടന്ന വിപുലമായ ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം പ്രതിരോധം, സാങ്കേതിക സഹകരണം, വ്യാപാരം, ആരോഗ്യം, വൈദഗ്ധ്യ വികസനം തുടങ്ങിയ മേഖലകളിലായി 20-ലധികം കരാറുകളും സംയുക്ത പ്രഖ്യാപനങ്ങളും പുറത്തിറക്കി. और प्रेसिडेंट मैक्रो के साथ मिलकर हमने इस स्ट्रेटेजिक पार्टनरशिप को अभूतपूर्व गहराई और ऊर्जा दी है. ന്യൂഡൽഹിയിൽ നടക്കുന്ന AI ഉച്ചകോടിയിൽ പങ്കെടുക്കാനും ഉന്നതതല ചർച്ചകൾ നടത്താനും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിലാണ്. വ്യാപാരം, ഊർജ്ജം, നിർണായക സാങ്കേതിക വിദ്യകൾ, പ്രതിരോധം എന്നീ മേഖലകളിൽ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇരു രാജ്യങ്ങളും പ്രതിബദ്ധത ആവർത്തിച്ചു. ആഗോള അനിശ്ചിതത്വങ്ങളുടെ കാലഘട്ടത്തിൽ ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം ലോകസ്ഥിരതയ്ക്കുള്ള ശക്തിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. आज के उथल पुथल से भरे युग में यह ग्लोबल स्टेबिलिटी और ग्लोबल प्रोग्रेस की पार्टनर. ഇന്ത്യയുടെ പ്രധാന തന്ത്രപരമായ പങ്കാളികളിൽ ഒന്നായി ഫ്രാൻസിനെ വിശേഷിപ്പിച്ച മോദി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് അഭൂതപൂർവമായ ആഴവും ഊർജ്ജവും നൽകിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കി. ഇന്ത്യ ഫ്രാൻസ് നവീകരണ വർഷത്തിന്റെ ഭാഗമായി AI ഇൻ ഹെൽത്ത്, ഡിജിറ്റൽ സയൻസ് ആൻഡ് ടെക്നോളജി, എയറോനോട്ടിക്സ്, സ്കില്ലിംഗ് മേഖലകളിൽ സംയുക്ത കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്നും പ്രഖ്യാപിച്ചു. അതേസമയം ഇന്ത്യ ഫ്രാൻസിന്റെ ഏറ്റവും വിശ്വസനീയ പങ്കാളിയാണെന്നും കഴിഞ്ഞ 8 വർഷത്തിനിടെ ഇരു രാജ്യങ്ങളും നിരവധി സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ടെന്നും മാക്രോ പറഞ്ഞു. സ്റ്റാർട്ടപ്പുകൾ, വ്യവസായങ്ങൾ, വിദ്യാർത്ഥികൾ, ഗവേഷകർ എന്നിവരെ ബന്ധിപ്പിച്ച് ജനങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം. AI-യുടെ ആവിർഭാവം ഇന്ത്യ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള പ്രൊഫഷണലുകൾക്കിടയിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. AI-യുടെ ആവിർഭാവത്തിനിടയിൽ നിരവധി പ്രമുഖ കമ്പനികൾ കൂട്ടത്തോടെ പിരിച്ചുവിടൽ നടത്തുന്നതിനാൽ ഈ ഭയം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയത്തിനുള്ള ഏറ്റവും നല്ല മറുമരുന്ന് തയ്യാറെടുപ്പാണെന്ന് പറയുമ്പോഴും രാജ്യം ഇതിന് സജ്ജമാണോ എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയില്ല. ഫ്രഞ്ച് പ്രസിഡന്റിന്റെ മുംബൈ സന്ദർശനം ശ്രദ്ധേയമായി. മുംബൈയിൽ നടന്ന മോദി മാക്രോൺ കൂടിക്കാഴ്ചയിൽ 21 സുപ്രധാന കരാറുകൾ ഒപ്പുവെച്ചു. അതേസമയം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചതും നഗരവാസികളെ അധിക്ഷേപിച്ച മറൈൻ ഡ്രൈവ് ജോഗിങ്ങും സന്ദർശനത്തിന്റെ പ്രത്യേകതയായി. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ പുതിയ അധ്യായം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും. മുംബൈയിൽ നടന്ന നിർണായക ചർച്ചകൾക്കൊടുവിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിവിധ മേഖലകളിലായി 21 സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ചു. മുംബൈയിലെത്തിയ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പ്രഥമ വനിതയും 2008 നവംബർ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് പുഷ്പചക്രം അർപ്പിച്ചു. മാക്രോണിന്റെ 4ാമത്തെ ഇന്ത്യ സന്ദർശനവും ആദ്യ മുംബൈ സന്ദർശനവുമാണിത്. ഔദ്യോഗിക പരിപാടികൾ തുടങ്ങുന്നതിന് മുമ്പ് മറൈൻ ഡ്രൈവിൽ പ്രഭാത ജോഗിങ്ങിന് ഇറങ്ങിയ മാക്രോൺ നഗരവാസികളെ അമ്പരപ്പിച്ചു. ലളിതമായ വേഷത്തിലെത്തിയ ഫ്രഞ്ച് പ്രസിഡന്റ് നഗരത്തിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് മറൈൻ ഡ്രൈവ് വഴിയാണ് ജോഗിംഗ് നടത്തിയത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒപ്പമുണ്ടായിരുന്നെങ്കിലും സാധാരണക്കാർക്കിടയിലൂടെ കടന്നുപോയ ഫ്രഞ്ച് പ്രസിഡന്റിനെ ആദ്യം പലരും തിരിച്ചറിഞ്ഞില്ല. പിന്നീട് ജോഗിങ്ങിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു. വിദേശ നേതാക്കളുടെ അപൂർവമായ ഈ സൗഹൃദ സമീപനം മുംബൈ നഗരത്തിൽ പ്രത്യേക ശ്രദ്ധ നേടി. ലോജിസ്റ്റിക് രംഗത്ത് ഇന്ത്യക്ക് വലിയ മുന്നേറ്റം. നവി മുംബൈ വിമാനത്താവളത്തിൽ ഫുൾ ഓട്ടോമേറ്റഡ് കാർഗോ ഹബിനായി ഫെഡെക്സ് 2500 കോടി രൂപ നിക്ഷേപിക്കും. ആഗോള വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. മുംബൈ മെട്രോപൊളിറ്റൻ മേഖലയെ ആഗോള ലോജിസ്റ്റിക് ഹബ്ബായി ഉയർത്താനുള്ള നിർണായക നീക്കമായി നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫെഡെക്സ് പൂർണ്ണമായും ഓട്ടോമേറ്റഡ് കാർഗോ ഹബ് സ്ഥാപിക്കുന്നു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്, ഫെഡെക്സ് പ്രസിഡന്റും സിഇഒയുമായ രാജ് സുബ്രഹ്മണ്യം, AHL ഡയറക്ടർ ജീത് അദാനി എന്നിവർ പങ്കെടുത്ത ചടങ്ങിലാണ് പദ്ധതിക്ക് തുടക്കമായത്. ഏകദേശം 3 ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിലുള്ള ഈ പദ്ധതി അദാനി എയർപോർട്ട് ഹോൾഡിംഗ് ലിമിറ്റഡുമായി സഹകരിച്ചാണ് നടപ്പാക്കുന്നത്. It has 29 hectares earmarked for cargo infrastructure, 10 dedicated freighter stands, and a fully automated cargo terminal with a capacity to eventually handle over 3 million metric tons of cargo annually. മൾട്ടി മോഡൽ ഗതാഗത സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി ഇന്ത്യയെ തെക്ക് കിഴക്കൻ ഏഷ്യ, യൂറോപ്പ്, പശ്ചിമേഷ്യ, അമേരിക്ക എന്നിവയുമായി കൂടുതൽ കാര്യക്ഷമമായി ബന്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. At the center of this is a long-term investment of over $250 million, demonstrating our confidence in India's growth trajectory and our commitment to building the capabilities to support it. പദ്ധതി പ്രവർത്തനം ആരംഭിച്ച ലോജിസ്റ്റിക്, വെയർഹൌസിംഗ്, ഗതാഗതം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ 6000-ലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷ. Is not just a mere groundbreaking ceremony, but it will write a history in the chapter of logistics in India, in Mumbai, in Maharashtra. നൂതന ഓട്ടോമാറ്റഡ് സോർട്ടിംഗ് സംവിധാനങ്ങൾ, ഹൈസ്പീഡ് സ്ക്രീനിംഗ്, ഡൈമെൻഷണൽ സ്ക്രീനിംഗ് തുടങ്ങിയ സാങ്കേതിക വിദ്യകളോടെ സജ്ജമായ ഹബ് ഇൻബൗണ്ട്, ഔട്ട്ബൗണ്ട് ഷിപ്മെന്റുകൾ ഒരേ സമയം കൈകാര്യം ചെയ്യാൻ കഴിയും. ഇന്ത്യയുടെ ആഗോള വ്യാപാര മത്സരക്ഷമതയും വിതരണ ശൃംഖല ശക്തിയും വർദ്ധിപ്പിക്കുന്നതിൽ ഈ പദ്ധതി നിർണായകമാകുമെന്നാണ് വിലയിരുത്തൽ. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിവെച്ച്
മഹാരാഷ്ട്ര നവനിർമ്മാണ സേന മേധാവി രാജ് താക്കറെയും ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച. MNS ശിവസേന സഖ്യസാധ്യതകളെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്കിടയിലാണ് കൂടിക്കാഴ്ച ശ്രദ്ധ നേടുന്നത്. മുംബൈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ചയാണ് നടന്നത്. രാജ് താക്കറെ ഏക്നാഥ് ഷിൻഡെയുടെ വസതിയിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച. വിവിധ രാഷ്ട്രീയ വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തതായി റിപ്പോർട്ടുണ്ട്. കല്യാൺ ഡോംബിവലി മേയർ തെരഞ്ഞെടുപ്പിൽ ഷിൻഡെ വിഭാഗത്തിന് MNS പിന്തുണ നൽകിയതോടെയാണ് പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളെക്കുറിച്ച് അഭ്യൂഹങ്ങൾ ശക്തമായത്. MNS കോർപ്പറേറ്റർമാരുടെ പിന്തുണയോടെ ശിവസേന സ്ഥാനാർത്ഥി മേയർ സ്ഥാനത്തെത്തിയതും ശ്രദ്ധേയമായി. രാജ് താക്കറെ നിലവിൽ തന്റെ കസിൻ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയുമായി സഹകരിക്കുന്ന സാഹചര്യത്തിൽ ഷിൻഡെയുമായുള്ള ഈ കൂടിക്കാഴ്ചയ്ക്ക് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അതേസമയം ശിവസേന UBT നേതാക്കൾ ജാഗ്രതയോടെയാണ് പ്രതികരിച്ചത്. രാഷ്ട്രീയ നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ച സാധാരണമാണെങ്കിലും അതിനു പിന്നിൽ വ്യക്തമായ കാരണമുണ്ടാകണമെന്നും അവർ വ്യക്തമാക്കി. മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ സഖ്യങ്ങളിൽ മാറ്റമുണ്ടാകുമോ എന്ന ചോദ്യത്തിന് മുന്നിൽ ഈ കൂടിക്കാഴ്ച പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ കൊടുങ്കാറ്റ് വഴിമരുന്നിട്ട വിവാദ പ്രസ്താവനയ്ക്കൊടുവിൽ വിഷയത്തിൽ മാപ്പ് പറഞ്ഞ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഹർഷവർദ്ധൻ സബ്കൽ ഛത്രപതി ശിവാജിയെയും ടിപ്പു സുൽത്താനെയും താരതമ്യം ചെയ്തതിനെ തുടർന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് അടക്കം BJP നേതാക്കൾ ശക്തമായി പ്രതികരിച്ചതിന് പിന്നാലെ വിവാദം കൂടുതൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചതോടെയാണ് കോൺഗ്രസ് നേതാവ് മാപ്പ് പറഞ്ഞ് തലയൂരിയത്. ഛത്രപതി ശിവാജിയെയും ടിപ്പു സുൽത്താനെയും താരതമ്യം ചെയ്തതിനെ തുടർന്നാണ് മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ കൊടുങ്കാറ്റിന് വഴിവെച്ചത്. പ്രസ്താവനയ്ക്കെതിരെ അഹല്യാനഗറിൽ BJP പ്രവർത്തകർ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ ഹർഷവർദ്ധൻ സബ്കാൽ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസും രംഗത്തെത്തിയിരുന്നു. टिपू सुलतान आणि छत्रपती शिवरायांची तुलना केली याबद्दल त्यांनी माफी मागितली पाहिजे. വിഷയം BJP രാഷ്ട്രീയ ആയുധമാക്കിയതോടെയാണ് സബ്കൽ മാപ്പ് പറഞ്ഞ് തലയൂരിയത്. भारतीय जनता पार्टी का जो घिनौनी राजनीति है हम उसकी कड़े शब्दों में निंदा करते हैं. उनके घिनौनी राजनीति की चपेट में बहुत सारे जो शिव भक्त हैं वो भी कहीं ना कहीं आहत हुए थे और उन आहत का जो वजह बनी थी दुर्भाग्यपूर्ण, उसमें मेरा इस्तेमाल उन्होंने किया था. मेरे इस्तेमाल को लेकर मैं भी खुद चिंतित हूँ, मैं उसकी निंदा करता हूँ और जो घटनाओं के कारण जो भारतीय जनता पक्ष ने राजनीति के लिए की उसको लेकर मैंने वहां पर मेरी बात रखी है. ആരുടെയും വികാരം വ്രണപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും പ്രസ്താവന വലിച്ചൊട്ടിച്ച് സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാനാണ് BJP പ്രവർത്തകർ ശ്രമിച്ചതെന്നും സബ്കൽ വ്യക്തമാക്കി. മലേഗാവ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറുടെ ഓഫീസിൽ ടിപ്പു സുൽത്താന്റെ ചിത്രം പ്രദർശിപ്പിച്ചതിനെ ചൊല്ലിയുള്ള വിവാദവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിനിടെയാണ് പരാമർശം നടത്തിയത്. ഇതിന് പിന്നാലെയാണ് BJP നൽകിയ പരാതിയിൽ പൂനെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. സബ്കലിന്റെ പരാമർശങ്ങൾ ഹിന്ദു സമൂഹത്തിന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതും സാമുദായിക ഐക്യത്തെ ബാധിക്കുന്നതുമാണെന്നാണ് പരാതിയിൽ ആരോപിച്ചത്. അതേസമയം ഇന്ത്യയുടെ ചരിത്രത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയ നേതാക്കളുടെ ചിത്രം സർക്കാർ ഓഫീസുകളിൽ പ്രദർശിപ്പിക്കുന്നത് ഐക്യ സന്ദേശമാണ് നൽകുന്നതെന്ന് സബ്കൽ വിശദീകരിച്ചു. ശിവാജിയെയും ടിപ്പുവിനെയും താരതമ്യം ചെയ്തെന്ന തരത്തിലാണ് BJP പ്രചരിപ്പിച്ചതെന്നും സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ പറഞ്ഞു. മുംബൈ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് വീണ്ടും ചർച്ചയാകുന്നു. മണിക്കൂറോളം നീളുന്ന ട്രാഫിക് ജാമിൽ ജീവൻ രക്ഷിക്കാൻ പായുന്ന ആംബുലൻസുകൾ പോലും കുടുങ്ങുന്ന നിസ്സഹായാവസ്ഥ വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. പാതിവഴിയിൽ മന്ദഗതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. മുംബൈ നഗരത്തിലെ പ്രധാന പാതകളിലെ ഗതാഗതക്കുരുക്കുകൾ പതിവ് കാഴ്ചയാണെങ്കിലും സമയോചിത ചികിത്സ ലഭിക്കാതെ വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. താനെ ഭിവണ്ടി റോഡിൽ കഴിഞ്ഞ ദിവസം കണ്ട കാഴ്ചയാണിത്. മണിക്കൂറുകൾ നീണ്ട ഗതാഗതക്കുരുക്കിൽ 5ലധികം ആംബുലൻസുകളാണ് കുടുങ്ങിയ നിലയിൽ കണ്ടത്. അടിയന്തര ചികിത്സ തേടി പോകുന്ന രോഗികളെയും അത്യാവശ്യ യാത്രക്കാരെയും ഇത് കുറച്ചൊന്നുമല്ല പ്രതിസന്ധിയിലാക്കുന്നത്. എന്നാൽ ഇതെല്ലാം പതിവ് കാഴ്ചകളാണെന്ന മട്ടിലാണ് പലരുടെയും പ്രതികരണങ്ങൾ. ये रोज का है सर, आज का ऐसा नहीं है कि देखो आप देखो पीछे देखो एक और एम्बुलेंस आ रहा है. ये कितना एम्बुलेंस गया? 4 एम्बुलेंस, ये 5वां आया है. तो ये ट्रैफिक ऐसा है ना कि लगता है तो 2-2 घंटे तक लगता है और रहता है तो इतना रहता है कि ये आदमी परेशान हो जाए कि क्या करे, गाड़ी चलाए कि नहीं चलाए. പാതിവഴിയിൽ മന്ദഗതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് പലയിടങ്ങളിലും കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. ട്രാഫിക് കുരുക്കിൽ കുടുങ്ങിയവർക്ക് മുന്നോട്ടോ പിന്നോട്ടോ നീങ്ങാൻ കഴിയാതെ മണിക്കൂറുകൾ വഴിയിൽ കാത്തിരിക്കേണ്ടി വരുന്ന സ്ഥിതിയാണ്. നഗരത്തിലെ ഗതാഗത നിയന്ത്രണത്തിലും അടിയന്തര സേവനങ്ങൾക്ക് പ്രത്യേക വഴിയൊരുക്കുന്നതിലും കൂടുതൽ ശ്രദ്ധ വേണമെന്ന ആവശ്യം ശക്തമാകുകയാണ്. മുംബൈയിൽ മെട്രോ നിർമ്മാണത്തിനിടെ സ്ലാബ് തകർന്ന് ഒരാൾ മരിച്ച സംഭവത്തിൽ 5 പേർ അറസ്റ്റിൽ. കരാറുകാർക്ക് 6 കോടി രൂപ പിഴ. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്. ഗുരുതര വീഴ്ചയെന്ന് മേയർ റിതു താവ്ഡെ ആശങ്ക പങ്കുവച്ച് പ്രദേശവാസികൾ. മുംബൈയിൽ മുള്ളൂർ LBS മാർഗിൽ നിർമ്മാണത്തിലിരിക്കുന്ന മെട്രോ ലൈൻ പദ്ധതിയുടെ സ്ലാബ് ഒരു ഓട്ടോറിക്ഷയുടെയും കാറിന്റെയും മുകളിൽ വീണാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ ഒരാൾ മരണപ്പെട്ടു, 3 പേർക്ക് പരിക്കേറ്റു.
കരാറുകാർക്ക് 6 കോടി രൂപ പിഴ ചുമത്തി. പ്രൊജക്ട് ഡയറക്ടർ ഉൾപ്പെടെ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടു. സുരക്ഷാ ഘടനാപരമായ ഓഡിറ്റിന് ഉത്തരവിട്ടു. याला कोण जबाबदार आहे त्यांच्यावरही कारवाई केली जाईल आणि तात्काळ जिथे जिथे काम चाललेलं आहे तिथलं सेफ्टी ऑडिट करून त्या ठिकाणी अशी घटना घडणार नाही या प्रकारचा प्रयत्न केला जाईल. അതേസമയം മെട്രോ തൂൺ തകർച്ച വലിയ അനാസ്ഥയെന്ന് മുംബൈ മേയർ റിതു താവഡയും കുറ്റപ്പെടുത്തി. ये काम दिया गया था, ये बहुत बड़ी लापरवाही है. उनकी वजह से हमारे जो मुंबई घर है 4 जन, उनकी इसमें से 1 जन यहाँ पे मृत हो गए और बाकी 3 जन घायल है. ये बिल्कुल टॉलरेट करने जैसी बात नहीं है. പ്രദേശവാസികളും അനിഷ്ട സംഭവത്തിൽ ആശങ്ക പങ്കുവച്ചു. സ്ലാബ് വീണത് ഒരു വളരെ ദുഃഖകരമായ ന്യൂസ് തന്നെയായിരുന്നു. കാരണം ഞങ്ങളൊക്കെ മിക്കവാറും ദിവസം അതിൻ്റെ അടിയിൽ കൂടെ കാർ ഓടിച്ചു പോകുന്നതാണ്. കോണ്ടക്റ്റിലില്ലാത്ത കാരണമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഒരു ലേബർ ചെയ്തു പോകണോ, അതിനൊരു സൈറ്റ് സൂപ്പർവൈസർ അവിടെ ഇല്ല. അത് വർക്ക് ദേ ഹാവ് ഡൺ ഇറ്റ് പ്രോപ്പർലി ഓർ നോട്ട് എന്നുള്ള ചെക്കിംഗ് ഇല്ല. ഈവൻ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും വൈഫിനോട് വരെ പറയാറുണ്ട്, സി ദ സ്ലാബ്സ് ആർ അൺഈവൻ. മുംബൈയിലെ വൻ അടിസ്ഥാന സൗകര്യ പദ്ധതികളിലെ സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ച് വീണ്ടും ചോദ്യങ്ങൾ ഉയരുന്ന സാഹചര്യമാണ്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം കാണാം മഹാരാഷ്ട്രയിലെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും.